സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമെന്ന് പി നന്ദകുമാർ എം.എൽ.എ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്നിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ ആധുനിക കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിലെത്തിക്കാൻ ഇത്തരത്തിലുള്ള മേളകൾ ഏറെ സഹായകരമാണ്. എല്ലാ വകുപ്പുകളും അവരുടേതായ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മത്സരിച്ചു. ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ടെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ഗവൺമെന്റിന്റെ വിപണന ഡിപ്പാർട്ട്മെന്റ് സ്റ്റാളുകൾക്കകത്തുള്ള വിപണന കേന്ദ്രങ്ങളും സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള കമേഴ്സ്യൽ സ്റ്റാളുകളും അടക്കം 247 സ്റ്റാളുകൾ, അതിൽ വിവിധങ്ങളായ ആകർഷകമായ രൂപത്തിലേക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന പവലിയനുകൾ, ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട കളക്ടർ സൂചിപ്പിച്ച പോലെ നമ്മളെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു. കഴിഞ്ഞ 9 വർഷക്കാലത്തെ, പ്രത്യേകിച്ച് ഈ 4 വർഷക്കാലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സേവന മേഖലയ്ക്കകത്ത് ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്രദമായ രൂപത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യവും സൂചിപ്പിക്കുന്ന സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ സ്റ്റാള് മാത്രമല്ല, ഇവിടെ എങ്ങനെയാണ് മോട്ടോർ വാഹനം ഓടിക്കേണ്ടത്, അതിൻ്റെ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് പരിശീലനത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ മാറ്റങ്ങളും എല്ലാം വിശദീകരിക്കുന്ന സവിസ്തരമായ ഒരു ക്ലാസ് തന്നെ ഇവിടെ അവതരിപ്പിക്കേണ്ടായി. പരിപാടിയിൽ ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് അധ്യക്ഷത വഹിച്ചു. മികച്ച സ്റ്റാളുകൾക്കും മാധ്യമപ്രവർത്തകർക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തിയ സെൽഫി റീൽസ് മത്സര വിജയികൾക്കുമുള്ള ഉപഹാര സമർപ്പണം പി നന്ദകുമാർ എം.എൽ.എ., ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. എ.എസ്.പി. ഫിറോസ് എം. ഷെഫീഖ്, എ.ഡി.എം. എൻ.എം. മെഹറലി, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ. ദിനേശ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ. മുഹമ്മദ്, INPRD അസിസ്റ്റന്റ് എഡിറ്റർ IR. പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. പോരാട്ടങ്ങളുടെ വേദിയായ മലപ്പുറം കോട്ടക്കുന്നിന്റെ മണ്ണിൽ 7 ദിനം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എന്റെ കേരളം പ്രദർശന വിപണനമേള കാണാൻ നിരവധി പേരാണ് എത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ 90ഓളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം. 2 AC ഹാങ്ങറുകളും ഒരു നോൺ AC ഹാങ്ങറുമടക്കം ആകെ 45,192 ചതുരശ്ര അടിയിൽ ശീതീകരിച്ച 2 ഹാങ്ങറുകൾ ഉൾപ്പെടെ 70,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് പരിപാടിക്കായി ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേള നവ്യാനുഭവമായി. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. LED വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും മേളയുടെ മാറ്റുകൂട്ടി. 90ഓളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും 150ഓളം സ്റ്റാളുകൾ, വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാകുന്ന സർവീസ് സ്റ്റാളുകൾ, 2000 ചതുരശ്ര അടിയിൽ PRDയുടെ എന്റെ കേരളം 1ാമത് ചിത്രീകരണം, കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക മേള, കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം, സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ, IT വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ, സ്പോർട്സ് സോൺ, വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ, മിനി തിയേറ്റർ എല്ലാം ശീതീകരിച്ച പന്തലിനകത്ത് സജ്ജമാക്കിയിരുന്നു. 7 ദിവസങ്ങളായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ സെമിനാറുകളും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടന്നു. മേളയുടെ അവസാന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 10-ന് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് നടത്തി. ഉച്ചയ്ക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറും നടന്നു. സമാപന ചടങ്ങിന് ശേഷം പ്രസീത ചാലക്കുടിയും സംഘവും നടത്തിയ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങിലെത്തി. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.